കെട്ടിപ്പിടിക്കാൻ ചെന്നപ്പോ എന്നെ തൊടരുതേന്ന് പറഞ്ഞു. അമ്മ എന്നെ തൊടല്ല, എന്റെ ശരീരം മൊത്തം അടിച്ചു വെച്ചേക്കുവാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. രാത്രി ഉറങ്ങിയിട്ടില്ല, കാലെല്ലാം നീര്. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ഞങ്ങൾ പറഞ്ഞല്ലയോ വിട്ട സാറിനോട്. അപ്പൊ അവരതൊന്നും കേട്ടില്ല. എന്റെ പോലീസുകാരോട് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോഴേ പറഞ്ഞു, കാണിച്ചതുവാ സാറേ ഇത് കാണ്, ഇവനെ ഓപ്പറേഷൻ ചെയ്ത്. ഇല്ല ഞങ്ങൾ ഉപദ്രവിക്കത്തില്ലെന്നും പറഞ്ഞാ കൊണ്ടുപോയത്. എന്നിട്ടാ ഈ പണി കാണിച്ചേ. അവര് ചോദ്യം ചെയ്തോട്ടെ, സംശയാസ്പദമായ രീതിയിൽ അവരൊരു കംപ്ലൈന്റ് ഇട്ട് ചോദ്യം ചെയ്തോട്ടെ. അതിനൊക്കെ ഓരോ നിയമങ്ങളില്ലയോ. ഞങ്ങൾ എന്നിട്ട് ചോദിക്കുന്നു, ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ എന്തിനാ കൊണ്ടുപോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ. എന്നിട്ട് അവര് പറഞ്ഞില്ല, അവരത് അറിയിച്ചതുമില്ല. അവിടെ ചെന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പോലും ഞങ്ങൾ അറിയുന്നത് അന്ന് രാത്രി 1 മണിയൊക്കെ ആയി. ഇവനെ മെഡിക്കലിൽ എടുക്കാൻ ഇത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാ ഇവൻ ജീപ്പിൽ ഇറങ്ങിയപ്പോ മമ്മി ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോഴും ഞങ്ങൾ അറിയുന്നില്ല കേസ് എന്തുവാന്ന്. അപ്പോഴാരോ അവിടെ നിന്ന് പറയുന്നത് പോക്സോ കേസാണെന്ന്. അപ്പോഴും നമുക്കറിയാലോ ഈ പോക്സോ എന്തുവാന്ന് അറിയാലോ. അപ്പോഴേ ഞങ്ങള് പകുതി മരിച്ചു. പക്ഷേ ഇവൻ എന്നിട്ട് പിന്നെ കാണിക്കുന്നില്ല. ഈ പോലീസുകാർ പറഞ്ഞെന്നും മീഡിയ വഴി ഞങ്ങൾ കേട്ട് മാതാപിതാക്കളുടെ സാന്നിധ്യത്തില ഇവരെ ചോദ്യം ചെയ്തിരുന്നു. ഒരിക്കലും അല്ല, അത് പച്ചക്കള്ളവാ. എന്റെ കുഞ്ഞിനെ അന്ന് 8:15 കഴിഞ്ഞ് ഇവിടുന്ന് പിടിച്ചോണ്ട് പോയിട്ട് ഞങ്ങൾ മുഖാമുഖം കണ്ടിങ്ങനെ സംസാരിക്കുന്നത് പിറ്റേന്ന് 4 മണി സമയത്താ. പോലീസ് ഉന്നയിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. അതായത് പ്രശ്നം വെച്ചാൽ, അതായത് ഇയാൾക്കെതിരെ ഇതിനു മുൻപ് ഒരു കേസിൽ പ്രതിയാണെന്ന് ഇങ്ങനെ പോലീസ് പറയുന്നുണ്ട്. അതിനെ കുറിച്ച് എന്തെങ്കിലും? ഇല്ല,